ജീവിതയാത്രക്കാരാ, കാലടികളെങ്ങോട്ട്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? നാശത്തിൻ പാതയോ ജീവന്റെ മാർഗമോ? ലക്ഷ്യം നിൻ മുൻപിലെന്ത്? ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ നല്ല പ്രഭാതത്തിനായി ദൈവത്തിന് സ്തോത്രം പറയുന്നു. ഇന്ന് നോമ്പിൻ്റെ 20-ാം ദിനം. തീ പാറുന്ന മലകളെ കൊണ്ട് നിറഞ്ഞതാണ് തിരുവെഴുത്ത്. അത് തുടങ്ങുന്നത് അങ്ങ് മോറിയ മലയിൽ അബ്രഹാമിൽ നിന്നും മകൻ ഇസഹാക്കിൽ നിന്നുമാണ്. അവിടെ നിന്ന് ഉൾക്കാഴ്ചയുടെ കത്തുന്ന ഹോരേബ് മലമുകളിൽ, പിന്നീട് നാം കാണുന്നത് ഉടമ്പടിയിലുണ്ടായ സീനായി മലയിലാണ്. സത്യസന്ധതയുടെ കൊടുമുടിയായി കർമ്മേൽ പർവ്വതം. ഇതിലൊക്കെയാണ് നോമ്പ് ദിനങ്ങളിൽ നാം യാത്ര ചെയ്യേണ്ടത്. അനുസരണത്തിൻ്റെയും ഉൾക്കാഴ്ചയുടെയും ഉടമ്പടിയുടെയും സത്യസന്ധതയുടെയും ഒക്കെ ചൈതന്യം നമ്മിൽ നിന്ന് കെട്ടുപോയിട്ടുണ്ടെങ്കിൽ ജീവിതം തീയിടാൻ സമയമായിരിക്കുന്നു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകം 4-ാം അധ്യായം 34-ാം വാക്യം ഇപ്രകാരം പറയുന്നു: ആ കാലം കഴിഞ്ഞ് നെബൂഖദ്നേസർ എന്ന ഞാൻ സ്വർഗത്തിലേക്ക് കണ്ണുയർത്തി, അവൻ്റെ ബുദ്ധിയും എനിക്ക് മടങ്ങി വന്നു. പ്രിയരെ, ഈ നോമ്പ് കാലത്ത് നമ്മുടെ കണ്ണുകളെ ഉയരങ്ങളിലേക്ക് ഉയർത്താം. നമ്മുടെ കൈകളെ ഉയരങ്ങളിലേക്ക് ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവമേ, എൻ്റെ ജീവിതത്തിൽ ഒരു ഉൾക്കാഴ്ച തരയണമേ. നാം എവിടെയായിരുന്നാലും യാത്രകൾ ഉണ്ടാകണം. ജീവിതത്തിന് ചുറ്റും ഇരിക്കുന്ന ഹൃദയങ്ങളുടെ ഹരിതഭംഗി അറിഞ്ഞും മഞ്ഞുകൊണ്ടും നനഞ്ഞും പുഴ പോലെ ആകണം യാത്രകൾ. തീരങ്ങളെ നനച്ചും ജീവസമൃദ്ധിയാക്കി യാത്രാകാലം കഴിയുമ്പോൾ ചില ഉൾക്കാഴ്ചകൾ നമ്മുടെ ഉന്നത ദർശനങ്ങളിലേക്ക് നയിച്ചേക്കാം. ഞാൻ സ്വർഗത്തിലേക്കും സ്വർഗം എന്നിലേക്കും മിഴി തുറക്കുന്നതായിരിക്കണം ഈ നോമ്പ് ദിനങ്ങൾ. പ്രിയരെ, നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കുവാൻ സാധിക്കണം: ദൈവമേ, എൻ്റെ ഹൃദയം ഒരു ഇലയായി മാറി അനുതാപത്താൽ അത് വെട്ടിയെടുത്ത തമ്പുരാൻ വെച്ച് നീട്ടുന്ന വഴിച്ചോറിൽ നിന്ന് ഒരു വറ്റ് എൻ്റെ അവശേഷിക്കുന്ന യാത്രയിൽ പാഥേയമായി പൊതിഞ്ഞെടുക്കുവാൻ ഈ നോമ്പ് ദിനങ്ങളിൽ സാധിച്ചിരുന്നു എങ്കിൽ, അപ്രകാരം നമ്മുടെ യാത്രകൾ ദൈവഹിതമായിരിക്കുമ്പോൾ നോമ്പ് അർത്ഥവത്തായി തീർക്കുവാൻ കഴിയുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.